ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ പ്രിസംസ് എന്ന ചാപ്റ്റർ 12ാമത്തെ ചാപ്റ്ററിലെ 10ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ രണ്ട് പ്രോബ്ലംസ് ആണ്. ദി കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ സിലിണ്ടർ ഈസ് ഈക്വൽ ടു ഇറ്റ്സ് ബേസ് ഏരിയ. വാട്ട് ഈസ് ദി റിലേഷൻ ബിറ്റ്വീൻ ഇറ്റ്സ് ബേസ് റേഡിയസ് ആൻഡ് ഹൈറ്റ്? അതായത് ഒരു സിലിണ്ടറിന്റെ കർവ്ഡ് സർഫസ് ഏരിയയും ബേസ് ഏരിയയും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി റിലേഷൻ ബിറ്റ്വീൻ ഇറ്റ്സ് ബേസ് റേഡിയസ് ആൻഡ് ഹൈറ്റ്? ബേസ് റേഡിയസും ഹൈറ്റും തമ്മിലുള്ള റിലേഷൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബേസ് റേഡിയസ് 6 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബേസ് ഏരിയ എന്തായിരിക്കും? ബേസ് ഏരിയ πr². കർവ്ഡ് സർഫസ് ഏരിയയോ? കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് ബേസ് പെരിമീറ്ററിന്റെ ഹൈറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് 2πrh. അപ്പൊ അത് രണ്ട് ഈക്വൽ ആണ്. 2πrh ഈസ് ഈക്വൽ ടു πr². അപ്പൊ h എന്ന് പറയുന്നത് πr²/2πr ആണ്. അവിടെ r² എന്ന് പറഞ്ഞാൽ r × r. അപ്പൊ ഒരു r ക്യാൻസൽ ആയി പോവും, പൈ വെട്ടി പോവും. ബാക്കി മുകളിൽ ഒരു r ഉണ്ട്, താഴെ ഒരു 2 ഉണ്ട്. അപ്പോ h ഈസ് ഈക്വൽ ടു r/2. അല്ലെങ്കിൽ തിരിച്ച് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് r ഈസ് ഈക്വൽ ടു h എന്ന് എഴുതാനും മതി. അതായത് ഹൈറ്റ് റേഡിയസിന്റെ ഹാഫ് ആവുക, അല്ലെങ്കിൽ റേഡിയസ് ഹൈറ്റിന്റെ ട്വൈസ് ആവുക. ഈ രണ്ട് കണ്ടീഷൻ, അതായത് ഒന്നുകിൽ ഹൈറ്റ് എന്ന് പറയുന്ന റേഡിയസിന്റെ ഹാഫ്, അല്ലെങ്കിൽ ഹൈറ്റിന്റെ ട്വൈസ് റേഡിയസ് ആകുമ്പോൾ കർവ്ഡ് സർഫസ് ഏരിയയും ബേസ് ഏരിയയും ഈക്വൽ. അപ്പൊ കർവ്ഡ് സർഫസ് ഏരിയയും ബേസ് ഏരിയയും ഈക്വൽ ആവാനുള്ള കണ്ടീഷനാണ് r = 2h. അതായത് ഹൈറ്റിന്റെ ട്വൈസ് ആയിരിക്കണം ബേസ് റേഡിയസ്. അപ്പോൾ അങ്ങനെയുള്ള ഏത് സിലിണ്ടർ എടുത്തു കഴിഞ്ഞാലും അതിന്റെ ബേസ് ഏരിയ കർവ്ഡ് സർഫസ് ഏരിയക്ക് ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആയ പറഞ്ഞത്? ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ. റെക്ടാങ്കുലർ മെറ്റൽ ഷീറ്റ് ഓഫ് സൈഡ്സ് 48 cm and 25 cm is rolled into a cylinder of height 25 cm and ends are closed with exactly fitting circles. What is the total surface area of the cylinder? മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എങ്ങനെയാ പറഞ്ഞത്? ഒരു ഷീറ്റ് പേപ്പർ, ഒരു റെക്ടാങ്കുലർ ഷീറ്റ് ഓഫ് മെറ്റൽ, ഒരു റെക്ടാങ്കുലർ ഷീറ്റ് ഓഫ് മെറ്റൽ എടുത്ത് അതിന്റെ ലെങ്ത് അറിയാം 48 സെന്റിമീറ്ററും ബ്രെഡ്ത്ത് 25 സെന്റിമീറ്ററും. അതിങ്ങനെ നീളത്തിൽ ഇങ്ങനെ മടക്കുന്നു, റോൾ ചെയ്യുന്നു. അങ്ങനെ റോൾ ചെയ്ത് ചേർത്ത് പിടിച്ച് കഴിയുമ്പോൾ ഒരു സിലിണ്ടർ ആവും. അതിന്റെ ഹൈറ്റ് 25 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു റെക്ടാങ്കുലർ ഷീറ്റ്, ആ റെക്ടാങ്കുലർ ഷീറ്റിന്റെ ലെങ്ത് 48 സെന്റിമീറ്റർ ആണ്, ബ്രെഡ്ത്ത് 25 സെന്റിമീറ്റർ. അതിങ്ങനെ വളച്ച് ഇതുപോലെ ഒരു സിലിണ്ടർ ആക്കുന്നു. അപ്പോൾ അതിന്റെ ഹൈറ്റ് 25 തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ലെങ്ത് എന്ന് പറയുന്നത്, അതായത് ഇങ്ങനെ വളച്ചെടുക്കുമ്പോൾ ഈ ലെങ്ത് ആണ് ഈ ലെങ്ത്. അതായത് ഈ സർക്കിളിന്റെ പെരിമീറ്റർ ആണ് 48. അതായത് 2πr എന്ന് പറയുന്നത് 48 ആയിരിക്കും. അപ്പൊ 2πr = 48 എന്നറിയാം, h = 25 എന്നറിയാം. നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? വാട്ട് ഈസ് ദി ടോട്ടൽ സർഫസ് ഏരിയ? അങ്ങനെ റോൾ ചെയ്തിട്ട് ഇതിന്റെ മുകളിൽ വേറൊരു സർക്കിൾ ഫിറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു സർക്കിൾ ഫിറ്റ് ചെയ്യുന്നുണ്ട്. എക്സാക്ട്ലി ഫിറ്റിംഗ് 2 സർക്കിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദി ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദി സിലിണ്ടർ? അപ്പൊ ഈ സിലിണ്ടറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണ് നമുക്കറിയാം, അല്ലെ? 2πr × r+. അപ്പൊ ഇവിടെ നമുക്ക് ബേസ് പെരിമീറ്റർ 48. ഈ 48 എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ പെരിമീറ്റർ ആണ്, അല്ലെ? സർക്കിളിന്റെ സർക്കംഫറൻസ് ആണ്. അപ്പൊ 2πr 48, കാരണം ഇതിങ്ങനെ വളച്ചെടുക്കുമ്പോ ഈ ലെങ്ത് ആണ് ഈ ലെങ്ത്. ഓക്കെ, അപ്പൊ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2πr ആണ്. അപ്പൊ 2πr = 48 എന്ന് എഴുതാം. അപ്പൊ r = 48/2π. 48/2π എന്ന് പറഞ്ഞാൽ 48നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 24 എന്ന് കിട്ടും. അപ്പൊ 24/π ആണ് r. ബേസ് റേഡിയസ് ഓഫ് ദി സിലിണ്ടർ ഈസ് 24/π. ഓക്കെ, അപ്പൊ TSA എന്ന് പറയുന്നത് 2πr × r+h. അപ്പൊ 2πr × r+h എന്ന് പറയുമ്പോൾ 2π × r ന്റെ സ്ഥാനത്ത് 24/π × r ന്റെ സ്ഥാനത്ത് വീണ്ടും 24/π പ്ലസ് 25, h ന്റെ സ്ഥാനത്ത് 25. അപ്പൊ 2π × 24/π × 24/π പ്ലസ് 25. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ ഈ പൈ ക്യാൻസൽ ആയി പോകും, പ്രോഡക്റ്റ് അല്ല എടുക്കുന്നത്. അപ്പോൾ 2 × 24 48 × 24/π നമുക്ക് ഡിവൈഡ് ചെയ്യാം. 24/3.14, പൈയുടെ വാല്യൂ 3.14 കൊടുത്ത് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 7.6 എന്ന് കിട്ടും. 24
ബൈ പൈ എന്ന് പറയുന്നത് 3.7.6 എന്ന് റീപ്ലേസ് ചെയ്യുക പ്ലസ് 25. അപ്പോൾ 48 ഇൻറ്റു 25 പ്ലസ് 7.6, 25 7 കൂടി ആഡ് ചെയ്യുമ്പോൾ 32 വരും. 32 പ്ലസ് 6 എന്ന് വരും. അപ്പോൾ 32 പ്ലസ് 6 ഇൻറ്റു 48. അപ്പോൾ 48 ഇൻറ്റു 32.6 എന്ന് പറയുന്നത് 1564.8 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദി സിലിണ്ടർ ഫോംഡ് ഈസ് ഈക്വൽ ടു 1564.8 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ 25-48 സൈസിലുള്ള ഒരു റെക്ടാങ്കുലർ ഷീറ്റ് ഫോൾഡ് ചെയ്ത് ഒരു സിലിണ്ടർ ആക്കി കഴിഞ്ഞാൽ ആ സിലിണ്ടറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 1564.8 ആണ്. ആദ്യം എന്ത് ചെയ്തു? എച്ച് നമുക്ക് തന്നിട്ടുണ്ട്. ബേസ് പെരിമീറ്റർ ആണ് ഈ സൈഡായിട്ട് വരിക. അത് 48 ആണ്. ഇപ്പൊ 2πr = 48. അതിൽ നിന്ന് r കണ്ടുപിടിച്ചു. r 24/π എന്ന് എഴുതി. ടോട്ടൽ സർഫസ് ഏരിയ ആണ് ആളുടെ ഫോർമുല 2πr × r + h. അപ്പോൾ പൈയുടെ ആറിന്റെ സ്ഥാനത്ത് 24/π എന്ന് കൊടുത്തു. അപ്പോൾ 2π × 24/π × 24/π പ്ലസ് 25 എന്നായി. ഇവിടെ ഈ പൈയും പൈയും ക്യാൻസലായി. അപ്പോൾ 48 ഇൻറ്റു ഈ 24നെ പൈയുടെ വാല്യൂ ആയി 3.14 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 7.6 ആയി പ്ലസ് 25. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് 48 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1564.8 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദിസ് സിലിണ്ടർ. ഇപ്പൊ ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ. ഇനി നമ്മളിപ്പോ ഈ ചാപ്റ്ററിൽ പഠിച്ചതെന്താണ്? ചാപ്റ്ററിൽ ലാസ്റ്റ് 2 പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തത്. ഈ ചാപ്റ്ററിൽ പഠിച്ചത് ഏതൊരു പ്രസത്തിന്റെയും വോളിയം ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. ഇപ്പൊ ഈ മഴയുടെ അളവൊക്കെ കണക്ക് കൂട്ടാൻ അറിയാമോ നിങ്ങൾക്ക്? ഇപ്പൊ നമ്മുടെ പ്രദേശത്ത് ചെയ്യുന്ന മഴയുടെ അളവ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത്ര സെന്റിമീറ്റർ മഴ പെയ്തു. ഇപ്പൊ ഒരു ദിവസം നമ്മുടെ പ്രദേശത്ത് പെയ്ത മഴയുടെ അളവ് കണക്കാക്കണം. ഏറ്റവും എളുപ്പമുള്ള വഴിയെന്ന് വെച്ചാൽ ഒരു സിലിണ്ടറിക്കൽ അല്ലെങ്കിൽ സിലിണ്ടർ വേണമെന്നില്ല, പ്രിസം ഷേപ്പിലുള്ള ഒരു പാത്രം അവിടെ തുറസായ സ്ഥലത്ത് വെക്കുക. അതിനകത്ത് വളറ്റ് ചെയ്യുന്ന മഴ പെയ്യുമ്പോൾ നേരെ അതിനകത്ത് വന്ന് വീഴുന്ന വെള്ളത്തിന്റെ അളവ് എന്ന് പറഞ്ഞാൽ വേറെ ടെറസിൽ നിന്നൊന്നും വന്ന് വീഴുന്ന വെള്ളമല്ല, നേരെ മഴയെ ആ പ്രസത്തിലേക്ക് വീഴുമ്പോൾ ആ പ്രസത്തില് എത്ര ഉയരത്തിൽ വെള്ളമുണ്ടോ അതാണ് അതിന്റെ മഴയുടെ അളവായിട്ട്. അപ്പൊ ഇത് 1 സെന്റിമീറ്റർ ആണ്. 1 സെന്റിമീറ്റർ എന്ന് പറയും മഴയുടെ അളവ് 1 സെന്റിമീറ്റർ. അപ്പൊ ഈ എടുക്കുന്ന പാത്രം എത്ര വലുതായാലും കുഴപ്പമില്ല, പക്ഷെ അത് എന്ത് ഷേപ്പിലായിരിക്കണം? പ്രസന്റ് ഷേപ്പിലായിരിക്കണം. അപ്പോ ഈ ആ പ്രസത്തിൽ വീഴുന്ന വെള്ളത്തിന്റെ ഹൈറ്റ് ആണ് മഴയുടെ അളവ്. അപ്പോ ഒരു പ്രദേശത്ത് പെയ്യുന്ന മഴയുടെ അളവ് 1 സെന്റിമീറ്റർ അല്ലെങ്കിൽ മില്ലിമീറ്ററിനൊക്കെയാണ് പറയാറ്. അപ്പോൾ 1 സെന്റിമീറ്റർ മഴ പെയ്തു എന്ന് പറഞ്ഞ അർത്ഥം ആ പ്രദേശത്ത് മൊത്തം ഏരിയയിൽ 1 സെന്റിമീറ്റർ കനത്തിൽ വെള്ളം നിർത്തിക്കഴിഞ്ഞാൽ എന്തുമാത്രം വെള്ളമുണ്ടോ അതാണ് അതിന്റെ അവിടെ ലഭിച്ച മഴയുടെ അളവ്. ഓക്കെ. അപ്പോൾ ഇത് വേറെ ഒരു വലിയ പാത്രം എടുത്തു. ഇപ്പൊ ചെറിയ പാത്രമാണ് ഇത്, പക്ഷെ ഇതും പ്രസാണ് ഇതും പ്രസാണ്. അപ്പൊ ഇവിടെയും ഇവിടെ കിട്ടുന്ന ഹൈറ്റ് തന്നെയായിരിക്കും ഇവിടെ കിട്ടുക. കാരണം എന്താ? ഒരേ സമയത്ത് പെയ്യുന്ന മഴയാണ്. മഴയുടെ അളവ് വ്യത്യാസം ഉണ്ടാകുമ്പോൾ മാത്രമേ വെള്ളത്തിന്റെ ഹൈറ്റിന് വ്യത്യാസമുണ്ട്. പക്ഷെ ഇവിടെ വെള്ളം കൂടുതലുണ്ട്, ബേസ് ഏരിയ കൂടുതലാണ്. ഇവിടെ ബേസ് ഏരിയ കുറവാണ്, ഇത് വെള്ളം കുറച്ചുള്ളൂ, പക്ഷേ ഹൈറ്റ് സെയിം ആണ്. അപ്പോൾ ഒരു പ്രദേശത്ത് ചെയ്യുന്ന മഴയുടെ അളവ് ഇപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാറുണ്ട് ഞാൻ സാധാരണ ക്ലാസ് എടുക്കുമ്പോൾ. ഇപ്പോൾ തമിഴ്നാട് കേരളത്തിലും പെയ്യുന്ന മഴയുടെ അളവെന്ന് കമ്പയർ ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു ദിവസം തമിഴ്നാട്ടിൽ ഒരു ദിവസം പെയ്യുന്ന മഴ എന്ന് പറയുന്നത് അതിന്റെ അളവ് കണക്ക് കൂട്ടിയത് 1 സെന്റിമീറ്റർ ആണ്. തമിഴ്നാട്ടിൽ ഒരു ദിവസം പെയ്യുന്ന മഴയുടെ അളവ് 1 സെന്റിമീറ്റർ. കേരളത്തിൽ അതേ ദിവസം പെയ്യുന്ന മഴയുടെ അളവ് 3 സെന്റിമീറ്റർ. അപ്പൊ എവിടെയായിരിക്കും മഴവെള്ളം കൂടുതലായിട്ട് ലഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും മറുപടി? എവിടെയായിരിക്കും മഴവെള്ളം? ഇവിടെ കണ്ടില്ലേ, ഒരേ മഴ പെയ്തപ്പോ തന്നെ ഒരു ചെറിയ പാത്രം ഒരു വലിയ പാത്രം വെച്ചേ. ഇവിടെ കിട്ടിയ ഹൈറ്റ് തന്നെയാണ് ഇവിടെ കിട്ടിയത്. ഇവിടെ 1 സെന്റിമീറ്റർ ആയി, ഇവിടെ 1 സെന്റിമീറ്റർ. പക്ഷെ ഇവിടെ ബേസ് ഏരിയ കുറവാണ്, ഇവിടെ ബേസ് ഏരിയ കൂടുതലാണ്. ഇപ്പൊ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് വോളിയം. അപ്പോൾ വോളിയം കുറവ് ഇവിടെയാണ്, വോളിയം കൂടുതൽ അവിടെയാണ്. അപ്പോൾ ബേസ് ഏരിയ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുക. തമിഴ്നാടിന്റെ ഏരിയ കേരളത്തിന്റെ ഏരിയയുടെ ഏകദേശം 3.3 മടങ്ങ് വരും. അപ്പൊ തമിഴ്നാട്ടില് 1 സെന്റിമീറ്റർ മഴ പെയ്തു എന്ന് പറഞ്ഞ അർത്ഥം തമിഴ്നാട്ടിന്റെ മൊത്തം ഏരിയയില് 1 സെന്റിമീറ്റർ ഉയരത്തിൽ വെള്ളം നിർത്തിയാൽ എന്തുമാത്രം വെള്ളം വരുമോ അതാണ് അവിടെ കിട്ടിയ മഴയുടെ അളവ്. അത്ര മഴയുടെ അളവല്ല, അവിടെ കിട്ടിയ വെള്ളത്തിന്റെ അളവ്. കേരളത്തിലാണെങ്കിലോ
3 സെന്റിമീറ്റർ മഴ പെയ്തു എന്ന് പറഞ്ഞ അർത്ഥം കേരളത്തിന്റെ മൊത്തം ഏരിയയിൽ 3 സെന്റിമീറ്റർ ഉയരത്തിൽ വെള്ളം നിർത്തി കഴിഞ്ഞാൽ എന്തുമാത്രം വെള്ളമുണ്ടോ അതാണ് അതിന്റെ വെള്ളത്തിന്റെ അളവ്. അപ്പോൾ അവിടെ നോക്കാം, ഇതിന്റെ ബേസ് ഏരിയ എക്സ് ആണെന്ന് വിചാരിക്കുക. 3 സെന്റിമീറ്റർ ഉയരത്തിലാണ് മഴ ലഭിച്ചത്. അപ്പോൾ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് 3x ആയിരിക്കും ഇവിടെ കിട്ടിയ മഴയുടെ അളവ്, വെള്ളത്തിന്റെ അളവ്. ഇവിടെ ആകുമ്പോഴോ ഇത് എക്സ് ആണെങ്കിൽ ഇത് 3.3x വരും. ഓക്കെ, 3.3x ആണ് ഇതിന്റെ ഏരിയ, അതായത് തമിഴ്നാട്ടിന്റെ ഏരിയ. അപ്പോ 3.3x ഏരിയയിൽ 1 സെന്റിമീറ്റർ കനത്തിലാണ് വെള്ളം ഉയരം. ഇത് ഉയരം 1 സെന്റിമീറ്റർ ആണ്. അപ്പൊ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 3.3x ഇൻറ്റു 1, അതായത് 3.3x. ഇവിടെ 3x സെന്റിമീറ്റർ ക്യൂബ് കിട്ടിയോളൂ, ഇവിടെ 3.3x സെന്റിമീറ്റർ ക്യൂബ് കിട്ടി. അപ്പോൾ എവിടെയാണ് മഴവെള്ളം കൂടുതൽ ലഭിച്ചത്? തമിഴ്നാട്ടിൽ. കാരണം കേരളത്തിന്റെ മൂന്നിലധികം മടങ്ങ്, 3.3 മടങ്ങ് ഏരിയ ഉണ്ട് തമിഴ്നാട്ടില്. തമിഴ്നാട്ടിൽ 1 സെന്റിമീറ്റർ മഴ പെയ്തോളൂ, കേരളത്തിൽ 3 സെന്റിമീറ്റർ മഴ പെയ്തോളൂ. പക്ഷേ വെള്ളത്തിന്റെ അളവ് തമിഴ്നാട്ടിലാണ് കൂടുതൽ. അപ്പൊ ഇതൊരു പറയാൻ ഒരു കാരണം, ഒരു പ്രായോഗികമായൊരു വോളിയം എന്ന കൺസെപ്റ്റ് കുറച്ചുകൂടെ ക്ലിയർ ആവാൻ വേണ്ടി പറഞ്ഞ ഒരു ഉദാഹരണമാണ്. അപ്പോൾ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ ബേസ് ഏരിയ വർദ്ധിക്കുമ്പോൾ അനുസരിച്ച് വോളിയവും വർദ്ധിക്കും. അപ്പോൾ ഇവിടെ 3 സെന്റിമീറ്ററും ഇവിടെ 1 സെന്റിമീറ്റർ ആയപ്പോൾ ഇവിടെ കിട്ടിയ 3.3x സെന്റിമീറ്റർ ക്യൂബ്, ഇവിടെ 3x സെന്റിമീറ്റർ ക്യൂബ്. അപ്പോൾ മഴവെള്ളം കൂടുതൽ ലഭിച്ചത് തമിഴ്നാട്ടിലാണ്. അപ്പോൾ കാരണം ഏരിയ 3 മടങ്ങാണ്. അപ്പോൾ പ്രിസം എന്ന ചാപ്റ്റർ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.